അടിപൊളി സാധനം. അയ്യോ ഞാനും തിന്നു. റംബുട്ടാൻ ഇതിനകത്തുനിന്ന് പൊളിച്ചെടുക്കാൻ. അപ്പൊ ഒരു ഐഡിയ കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടത്തിലെ വിളവെടുപ്പിന് വേണ്ടി പോവുകയാണ്. തോട്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള റംബുട്ടാനാണ്. അതെ, റംബൂട്ടാൻ കുറെ ആയിട്ട് പഴുത്ത് നിൽക്കുന്നത് ഇതുവരെ പറിച്ചില്ല. അപ്പൊ അത് പറിക്കാനായിട്ട് പോവുക. ഇവിടെ ഒരുത്തിയുണ്ട് റംബൂട്ടാൻ തീറ്റിക്കാരി. അതെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് റംബുട്ടാൻ വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാനായിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് ആദ്യത്തെ അനുഭവിക്കും. നിങ്ങൾക്കൊക്കെ ഈ ഐറ്റം അറിയാവുന്നുണ്ടെങ്കിൽ അത് കമന്റ് പറയണം. റംബുട്ടാനും കൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കാന്നുള്ളത് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം. അതായത് താഴെ ഒരാൾ റംബുട്ടാൻ പറിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ റംബുട്ടാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ സപ്പോട്ട മൊത്തം പഴുത്തിരിക്കുകയാണ്, വവ്വാല് തിന്നോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സപ്പോട്ടയും കൂടെ പറിക്കാം. എന്താ പിന്നെ മുള്ളാത്തയോ? ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ മുള്ളാത്ത. എന്താ ഇങ്ങനെ ആയി പോന്നെ? ഇവിടെയാണ് നമ്മുടെ, അതെ, ഫുൾ റംബുട്ടാനും ഇങ്ങനെ റോഡിലോട്ട് ചാഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റോഡിൽ പോയി നിൽക്കുന്നുണ്ട് ഒരാൾ പറിക്കാനായിട്ട്. അതാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ റംബുട്ടാൻ മൊത്തം കാണുന്നത്. റോഡിൽ നിൽക്കണം. അപ്പോൾ അതെ, റോഡിൽ നിന്ന് പറക്കാൻ കുത്തിയിരുന്ന് പറക്കുകയാണ്. ഇച്ച പറിച്ചോ, ഞാൻ പറക്കാം. അതായത് നമ്മൾ റംബുട്ടാൻ എല്ലാം പറിച്ചു. ഇനിയും പക്ഷെ കുറേ ഉണ്ട് കേട്ടോ. പറിച്ചു മടുത്തത് കൊണ്ട് നിർത്തി. ഇതിനകത്ത് കുറച്ചൊക്കെ താണ്ട് അണ്ണാനൊക്കെ തിന്ന വെറും തോട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പഴുത്ത റംബുട്ടാൻ എടുത്തു കേട്ടോ. അയ്യോ, നല്ല മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഇതിനകത്ത് ഈ തൊണ്ടിങ്ങനെ ഇളകി വരുന്ന പോലത്തെയാ. സൂപ്പർ. ഇനി ഇത് തരാലോ, ബാ. ഇനി നമ്മൾ അച്ചാറിടാനായിട്ട് പോവാം. ഇന്ന് ഇനിയിപ്പോൾ സമയമില്ല കേട്ടോ. ഇന്ന് സൺഡേയിൽ നമ്മൾ ഇതൊക്കെ പറിച്ചു വെച്ചു. ഇനി നാളെ നമുക്ക് ഇതിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി കാണാം. സോ ഗൈസ്, നമ്മളാണെങ്കിൽ ഇന്നലെ റംബുട്ടാൻ എല്ലാം പറിച്ചു വെച്ചു. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ റംബുട്ടാൻ ഇതിനകത്തുനിന്ന് പൊളിച്ചെടുക്കാനാണ്. അപ്പോൾ അതായത് ഒരു ഐഡിയ കേട്ടോ. ഈ ഫോർക്ക് ഇങ്ങോട്ട് കുത്തി ഇങ്ങനെ തിരിച്ചാൽ മതി കേട്ടോ. അന്നേരം നമുക്ക് വേണ്ടേ റംബുട്ടാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി ഞെക്കി പൊട്ടിക്കേണ്ടവർക്ക് ഞെക്കി പൊട്ടിക്കാം. പക്ഷെ എനിക്ക് അത്ര ആരോഗ്യമില്ല. പിന്നെ ഇനി അച്ചാറിടാൻ വല്ലതും കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഇവിടെ ഒരാളാണെങ്കിൽ ഇത് പൊളിച്ചപ്പോൾ തൊട്ടിരുന്ന് തിന്നുക. ഇനി നമുക്ക് അച്ചാറിടുന്ന എങ്ങനെയാണെന്ന് കാണാം. അയ്യോ ഞാനും തിന്നു. റംബുട്ടാനെല്ലാം തൊലി പൊളിച്ച് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒത്തിരി പഴുക്കാത്ത റംബുട്ടാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു പുളിയൊക്കെ ഉള്ളത് എടുത്താലായിരിക്കും നല്ലത്. ചട്ടി ചൂടായപ്പോൾ അതാണ്ട് നമ്മൾ നല്ലെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്കിനി കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കണം. കടുകിട്ടു. കടുക് പൊട്ടിയപ്പോൾ ഇതാ ഇനി അടുത്ത് നമ്മൾ ഉലുവ ഇട്ടു. അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇടുക. ഇതൊരളവിനാണ് ഉണ്ടാക്കുന്നത്, അതനുസരിച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആഡ് ചെയ്യുക. അത് മൂക്കുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു ചെറിയ കായം കൂടെ ആഡ് ചെയ്തേ, കട്ടക്കായം. ഇനി ഒരു ഇച്ചിരി ചെറിയ ജീരകം പൊടിച്ചതും കൂടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാവേ. അത് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാവേ. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. പച്ചമുളക് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. തിളപ്പിച്ചാറ്റിയ വെള്ളം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുകി വരാനായിട്ട്, അച്ചാറിൻ്റെ വെള്ളം എല്ലാം പോയിട്ട് ഇച്ചിരി എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ ആകുന്നിടം വരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുക.
എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് റംബുട്ടാൻ ആഡ് ചെയ്യാം. ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇച്ചിരി നേരം കൂടെ സ്റ്റൗവിൽ തന്നെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പരുവാകും കേട്ടോ. അന്നേരവേ ഇതിലെല്ലാം ഒന്ന് പിടിച്ചൊന്ന് സെറ്റ് ആകത്തുള്ളൂ. അടിപൊളി സാധനം. നല്ല മധുരവും എരിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാധനം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ പുളിയുള്ള റംബുട്ടാനാണെങ്കിൽ ചെറിയൊരു പുളിയും കൂടെ വരുമ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഇത് അടിപൊളി ഒരു ഐറ്റം. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.